കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ള ആളാണോ? തിരിച്ചറിയാം. നിങ്ങൾ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണോ എന്ന് ചോദിച്ചാൽ മിക്കവരും ആണെന്ന് തന്നെ ആയിരിക്കും ഉത്തരം പറയുവാനിടയുള്ളത്. ശുഭാപ്തി വിശ്വാസം നല്ലതാണ്, അത് കൂടിയാലും കുഴപ്പമാണ്. അമിത ശുഭാപ്തി വിശ്വാസം മൂലം ചിലർ വരാനിടയുള്ള മോശം കാര്യങ്ങളെ കാണാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യും. ശുഭാപ്തി വിശ്വാസം എങ്ങനെയൊക്കെയാണ്? ചില ഉദാഹരണം പറയാം. പ്രൊഫഷണൽ ജീവിതത്തിലെ സുന്ദരമായ ഭാവി, മറ്റാരേക്കാളും തനിക്ക് ആരോഗ്യമുണ്ടെന്ന അമിത വിശ്വാസം, തന്റെ കുട്ടികൾ മറ്റു കുട്ടികളെക്കാൾ മിടുക്കരാണെന്ന വിചാരം, തന്റെ സഹപ്രവർത്തകരെക്കാൾ അല്ലെങ്കിൽ എന്നെപ്പോലെ ബിസിനസ് ചെയ്യുന്നവരെക്കാൾ വിജയിയാണെന്ന ഭാവം, ഇതൊക്കെ പലരെയും കുഴിയിൽ ചാടിച്ചിട്ടുമുണ്ട്. ദീർഘകാല ശുഭാപ്തി വിശ്വാസം പുലർത്തുമ്പോൾ തന്നെ ജീവിതത്തെയും ബിസിനസിനെയും കീഴ്മേൽ മറിക്കാൻ ശേഷിയുള്ള കാര്യങ്ങളും സംഭവിക്കാൻ ഇടയുണ്ടെന്ന കരുതൽ മനസ്സിലുണ്ടാകണം. പ്രതിസന്ധികൾ തന്നെ രണ്ടു തരമുണ്ട്, നല്ലതും ചീത്തയും. നമ്മുടെ തന്നെ ഉൾക്കരുത്തിനെ പുറത്തെടുത്ത് മികച്ച ഒന്നിനെ പുനഃസൃഷ്ടിക്കാനുള്ളതാണ് നല്ല പ്രതിസന്ധി. എന്നാൽ വിനാശകരമായ ഒന്നിന്റെ സൂചന നൽകുന്ന ഒന്നാണ് ചീത്ത പ്രതിസന്ധി. ഇവിടെയാണ് അമേരിക്കൻ ചാരസംഘടനയായ CIA തത്വം പ്രസക്തമാകുന്നത്. ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുക, ഏറ്റവും മോശമായ സാഹചര്യത്തിനായി സജ്ജമാകുക. ആ തത്വം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടിയിരിക്കുന്നത്. എല്ലായ്പ്പോഴും ഏറ്റവും മോശമായ സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. നിങ്ങൾ ആസൂത്രണം ചെയ്തു വച്ചിരിക്കുന്ന പദ്ധതികൾ ഏറ്റവും മികച്ചതും വലിയ വിജയസാധ്യതയുള്ളതുമാണെങ്കിൽ പോലും അത് വിജയത്തിൽ എത്താതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ഘട്ടങ്ങൾ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൂടി ചിന്തിച്ചു വെക്കണം. യാഥാർത്ഥ്യബോധത്തിൽ ഊന്നിയ ശുഭാപ്തി വിശ്വാസമാണ് നല്ലത്. സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചിന്തകളാണ് വേണ്ടിയിരിക്കുന്നത്. എല്ലായ്പ്പോഴും ഏറ്റവും മോശം സാഹചര്യം കൂടി മുന്നിൽ കണ്ടുവേണം മുന്നോട്ട് പോകാൻ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.